ഹായ്, ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുണ്ട്. മുമ്പ് ഞാൻ മാത്സ് മാത്രം നിരട്ടിയിരുന്നു, ബാക്കി ക്വസ്റ്റ്യനും കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാർ ക്യൂരിക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളവും, വേദാധികാര നിരൂപണം, അരുൾനൂൽ എന്നിവയാണ് പെടാത്തത്. ബാക്കി 1ഉം 4ഉം പെട്ടതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്ന കുളച്ചിൽ യുദ്ധമാണ്. ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണെന്നുള്ളതാണ്. ഉത്തരം വരുന്നത് ജോസഫ് നോയൽ പാറ്റൺ എന്ന ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഈ പറഞ്ഞതിൽ ആനി ബസൻ്റ് എന്തായാലും പെട്ടത് എല്ലാവർക്കും അറിയാം. അതുപോലെ ഡേവിഡ് ഹാരെ, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക് എന്നിവരും അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ഓപ്ഷൻ സി ആണ്, ടിപ്പു സുൽത്താനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ്, അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അല്ലേ, സൂര്യസമീപനം എന്ന് പറയും, അത് പെരിഹീലിയൻ അല്ലേ, അതേതാണ്? ജനുവരി 3 ഓപ്ഷൻ എ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ സി ആണ്, ഡെറാഡൂൺ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. ഓപ്ഷൻ ബി ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ എ കൽക്കരിയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കൊട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. ഓപ്ഷൻ സി ആണ് വരുന്നത്, NW3 ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? അനുവാദിനി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഇതിൽ ബന്ധമില്ലാത്തത് 2ാമത്തെ ഓപ്ഷനാണ്, മാനവ വിഭജന വികസനം അല്ലേ. ബാക്കി 1ഉം 2ഉം 4ഉം ബന്ധമുള്ളതാണ്. ബന്ധമില്ലാത്തത് ചോദിച്ചാൽ 2 അത് വരുന്ന ഓപ്ഷൻ എ ആണ്. 2 മാത്രം ബന്ധമില്ല എന്നുള്ളത്. മാനവ വിഭജന വികസനം 8ാം പഞ്ചവത്സര ലക്ഷ്യമായിരുന്നു കേട്ടോ, 8. 14ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ. ഈ പറയുന്ന 13 മുതലുള്ള ക്വസ്റ്റ്യന് അതേപടി റിപ്പീറ്റ് ആണ്. തൊട്ട് മുമ്പ് നടന്ന LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ അതേപടി റിപ്പീറ്റ് അടിച്ചാണ്. ഇതിൽ എത്രമാത്രം മിസ്റ്റേക്ക് അടക്കം റിപ്പീറ്റഡാണ്. 14ാമത്തെ ക്വസ്റ്റ്യന് നീതി ആയോഗുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, നീതി ആയോഗാണ്. ഈ പ്രസ്താവനകൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ 3ാമത്തെ പ്രധാനമന്ത്രി ഇതിൻ്റെ വൈസ് ചെയർമാനാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈസ് ചെയർമാൻ അല്ല, ചെയർമാനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്കും ഇതുപോലെ റിപ്പീറ്റ് അടിച്ച് കഴിഞ്ഞൊരു പരീക്ഷയിൽ വന്നിട്ടുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഏതാണ്? ഇതും റിപ്പീറ്റഡ് ആണ്. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും എന്നുള്ളതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതെന്നുള്ളതാണ്. അതേതാണ്? വാണിജ്യ ബാങ്കുകൾ. പിന്നെ അതെന്താണ്? ബാങ്കിങ് ധനകാര്യ സ്ഥാപനമാണ്, ബാങ്കിങ് മേഖലയിൽ. മറ്റുള്ളതൊക്കെ ബാങ്കിങ് മേഖല അല്ലാത്തതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, അതുപോലെ ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ. ഇൻഷുറൻസ് അതും ചെറിയൊരു മിസ്റ്റേക്കായിട്ട് കൂട്ടാം. ഓക്കെ. 17ാമത്തെ ക്വസ്റ്റ്യൻ, എന്തായാലും ഉത്തരം വരിക, ഇതിൽ ഓപ്ഷൻസ് ഉത്തരം വരിക ഓപ്ഷൻ ഡി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഇതിൽ 1ഉം 2ഉം 3ഉം ബന്ധമുള്ളതാണ്. ഓപ്ഷൻ സി വരും അല്ലേ. 1ഉം 2ഉം 3ഉം ബന്ധമുള്ളതാണ്. ഹരിത വിപ്ലവം വ്യവസായവുമായി ബന്ധപ്പെട്ടെന്നുള്ളത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് 1, 2, 3 ശരി. 18ാമത്തെ ക്വസ്റ്റ്യൻ, പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1ാം സ്ഥാനമാണുള്ളത് പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷന് ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. ഓപ്ഷൻ സി ആണ്. ഇത്രയും ക്വസ്റ്റ്യനുകൾ അതേപടി തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയിൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഇതിൽ
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അഡൽട്ട് ഫ്രാഞ്ചൈസിനെ അടിസ്ഥാനമാക്കി എന്നുള്ളത് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ 2 വരുന്നത് റോങ് ആണ്. അതനുസരിച്ച് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. പ്രായപൂർത്തി വോട്ടവകാശം അല്ലല്ലോ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 21 താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ എ കോളം ഭരണഘടന 7-ാം പട്ടികയിൽ ലിസ്റ്റുകൾ അവശിഷ്ടാധികാരങ്ങൾ കോളം ബി എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൽ 3 സൈബർ നിയമങ്ങൾ എന്നുള്ളത് അവശിഷ്ടാധികാരമാണ്. അപ്പോൾ അത് തെറ്റാണ്. 3 വരുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ പിന്തുടർച്ചാവകാശം അവശിഷ്ടാധികാരമല്ല, അതും തെറ്റാണ്. അപ്പോൾ 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശരി 1ഉം 2ഉം ശരി വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരും. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏത് എന്നുള്ളതാണ്. അത് 1ാമത്തെ പ്രസ്താവന ഓക്കെയാണ്, പി കെ തുങ്കനാണ് അങ്ങനെ നിർദ്ദേശം വച്ചിട്ടുള്ളത്. 2ാമത്തെ പ്രസ്താവന അതും ശരിയാണ്. 3ാമത്തെ പ്രസ്താവനയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ട്, സംവരണം ഡി ആണെന്ന് മനസ്സിലാക്കുന്നത്. 4ാമത്തെ പ്രസ്താവന 50% അല്ല 33%. അപ്പോൾ 3ഉം 4ഉം മിസ്റ്റേക്ക് ഉള്ളതാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ 3ഉം 4ഉം ഓപ്ഷൻ സി വരും. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി വൈസ് പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏവ എന്നുള്ളതാണ്. ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം എന്നുള്ളതാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൽ ഈ 3ാമത്തെ പ്രസ്താവന മിസ്റ്റേക്കാണ്. 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% അല്ല 15% എന്നുള്ളത്, അത് മിസ്റ്റേക്കാണ്. ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. 1, 2, 4 ശരിയാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഈ 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. 75-ൽ നിന്ന് 85 ആക്കി എന്നുള്ളത് 80 ആക്കി എന്നുള്ളത് തെറ്റാണ്. 80-ൽ നിന്ന് 85 ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അത് വരുന്നത് ഏതാ ഉള്ളത്, 1, 3ഉം വരുന്നുണ്ട് അല്ലേ. ഇവിടെ അടിയിലുള്ള ഈ പ്രസ്താവനകൾ കുറേ ശരിയാണ്. അപ്പോൾ 1, 3 നമുക്ക് എന്ത് ചെയ്യാം, തെറ്റായി കൊടുക്കുക. ഇവിടെ KYC നോ യുവർ കാൻഡിഡേറ്റ് എന്നുള്ളത് പൗരന്മാർക്ക് അറിയാനാണ്. ലംഘനം ഉൾപ്പെടെ എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1, 3 ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതെന്നുള്ളതാണ്. ലോക്സഭ സംസ്ഥാന മുസ്ലിം 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഭാഗമല്ലാത്തതാണല്ലോ ചോദിച്ചിട്ടുള്ളത്, പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് ശരിയാണ്, 1 വരാൻ പാടില്ല. പിന്നെ ഓരോ അതിർത്തിന് ശേഷം 4ഉം ശരിയായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2ഉം 3ഉം ആയിരിക്കും എന്ത് ശരിയല്ലാത്തത് വരിക, ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ഓപ്ഷൻ എ ആണ് വരിക, 243 കെ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരിക, റവന്യൂ വകുപ്പ് മന്ത്രി. 29ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനയും ശരിയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകൾ ഉൾപ്പെടാത്തത് ഇതാണ്. അഷ്ടമുടി കായലാണ്, ശാസ്താംകോട്ടയും യവനാട്ട് കായലും ഉൾപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവയിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള സി അച്യുതമേനോനാണ് അതിൻ്റെ അധ്യക്ഷൻ ഉണ്ടായിരുന്നത്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ്. ഇതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏതു നിയോജക മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തതെന്നുള്ളതാണ്. ഉത്തരമായിരുന്നത് മാനന്തവാടി, ഓപ്ഷൻ എ ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ
സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്, 1 ചൈനയാണ്, 2 ഇന്ത്യയാണ്, 3 ഉസ്ബെക്കിസ്ഥാനാണ് ടസാർ സിൽക്കിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 1 ചൈന, 2 ഇവിടെ ഉത്തരമായിരുന്നത് ഇന്ത്യയാണ് 2 കേട്ടോ. 3ാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാനാണ്. ഇനി 35 കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി എന്ന് പറഞ്ഞാൽ റോഡ് കോശങ്ങളും കോൺകോശങ്ങളും കാണപ്പെടുന്ന ഇവിടെയാണ് ദൃഷ്ടിപടലം, റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ്. 36 ജമുനാപാരി, അതുപോലെ സുർത്തി, മലബാറി എന്നിവ എന്താണ്, ഏതു വളർത്തുമൃഗത്തിന് വിവിധ ഇനങ്ങളാണെന്ന് ചോദിച്ചാൽ ആടിൻ്റെ വിവിധ ഇനങ്ങളാണ്. 37 കുരങ്ങ് പനി അഥവാ KFD, കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന KF, ചിലപ്പോൾ അതിന് ഫുൾ ഫോം കൊടുക്കാനും അതിന് ഷോർട്ട് ഫോം കൊടുത്തോണ്ടേ ചിലപ്പോൾ ഒരു പരീക്ഷ ചോദിക്കാനും സാധ്യത ഇല്ലായ്മല്ല. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് ഇതാണ്, വൈറസാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. 38 WWF വേൾഡ് വൈഡ് ഫണ്ട്, അതായത് ഭീമൻ പാണ്ടൊക്കെ ചിഹ്നമായി വരുന്ന ആ ഒരു സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്നുള്ളതാണ്, സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡ് ഗ്ലാൻഡിലാണ് ആസ്ഥാനം വരുന്നത് കേട്ടോ. 39 ശരണ്യ പദ്ധതി എന്താണ്, സ്ത്രീകളുടെ സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. 40ാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി ആണ്, ബെറി എന്നാണ് ഉത്തരം വരിക. 41 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 42 ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നുള്ളതാണ്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 മാത്രം. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒരു വസ്തുവിന് പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കിലോമീറ്റർ അല്ല, അവിടെ സെക്കൻഡാണ് വരുന്നത്. 21.2 കിലോമീറ്റർ അല്ല, കിലോമീറ്റർ ശരി, ഓക്കെ, കിലോമീറ്റർ പെർ സെക്കൻഡാണ് വരേണ്ടത്. ഇവിടെ ഹവർ വന്നുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പോൾ 1 മാത്രമേ ശരിയുള്ളൂ കേട്ടോ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ട്സ്, അതിന് 230 V വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എന്തായിരിക്കും എന്നുള്ളതാണ് ഉത്തരമായി വരിക. ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലായി. 44ാമത്തെ ക്വസ്റ്റ്യൻ, കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകൾ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? പാസ്കൽ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഏതാണ്? ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ആറ്റോ സെക്കൻഡ് പൾസുമായി ബന്ധപ്പെട്ടാണല്ലോ. 46ാമത്തെ ക്വസ്റ്റ്യൻ, വിക്രം എസ് റോക്കറ്റിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. റോക്കറ്റിന് വിക്ഷേപണം നടന്നത് 2023 നവംബർ 18 എന്നുള്ള കൊടുത്തുള്ളത് 2022 അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1, 2, 4 എന്ന ഓപ്ഷൻ വരുന്നത് ഏതാണ്? 1, 2, 4 ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ശരിയായിട്ട് വരിക. 47ാമത്തെ ക്വസ്റ്റ്യൻ, ബോയിൽ നിയമം, ഡാൾട്ടൻ്റെ നിയമം, അവഗാഡ്രോ നിയമം, ചാൾസ് നിയമം. ഇതിൽ ഓപ്ഷൻ ശരിയായി യോജിക്കുന്നതാണ് ഓപ്ഷൻ എ ആണ്. ഇവിടെ ബോയിൽ നിയമമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. 1 മാച്ച് 4 ആയത് എ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 58ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത് എന്നുള്ളതാണ്. ഇതിൽ ശരിയല്ലാത്തവ ഏതാണ്? 1 ശരിയല്ല, P7 വരില്ല, P6 വരെ വരുള്ളൂ. അതുപോലെ 4 ശരിയല്ല, നിയോണിൻ്റെ ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുള്ളത്, അതും തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉം ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് എന്ത്? ശരിയല്ലാത്തവ. മറ്റ് 2ഉം ശരിയാണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? റോസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി ആണ്. 50 ഒഗനസോൺ എന്നത് എന്താണ്? കൃത്രിമ മൂലകമാണ്, സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് അല്ലേ. 51 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതെന്താണ്? ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടതാണ്. ഭവണ്ടി, ഇക്കിമോവ് ഇവർക്കൊക്കെ നോബൽ സമ്മാനം കിട്ടിയല്ലോ രസതന്ത്രത്തിന്, അതേതാണ്? ഓപ്ഷൻ ബി ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലക്രമം അനുസരിച്ച് എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ജി ശങ്കരക്കുറുപ്പ് 65, എസ് കെ പൊറ്റക്കാട് 80, തകഴി 84, വാസുദേവൻ നായർ 95 ആ രൂപത്തിലാണ് വരുന്നത് കേട്ടോ. 53ാമത്തെ ക്വസ്റ്റ്യൻ,
യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ്? ചവിട്ടുനാടകം. 54 കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു ദൃശ്യകലാരൂപമാണ്. പച്ച, കരി, കത്തി, താടി വിവിധ വേഷവിധാനങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? ശരിയായത് പ്രസ്താവന ചോദിച്ചത് ശരിയാണല്ലോ ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? 2ഉം 4ഉം എന്ന ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? തലശ്ശേരിയാണല്ലോ സർക്കസിൻ്റെ കേന്ദ്രം. 56 താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങൾ ശരിയായി തിരഞ്ഞെടുക്കുക. ആശാ മേനോൻ കറക്റ്റാണ്. അതുപോലെ ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നുള്ളതാണ്. PC കുട്ടിക്കൃഷ്ണൻ ആനന്ദ് അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. ബി തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ്. അതുപോലെ വിലാസിനി MK മേനോനാണ് അല്ലേ? ആനന്ദ് P സച്ചിദാനന്ദൻ അങ്ങനെ അല്ലേ? ആനന്ദ് P സച്ചിദാനന്ദൻ. വിലാസിനി MK മേനോൻ അല്ലേ? അത് രണ്ടും നേരെ ഉൾട്ടായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഉത്തരം വരേതാണ്? ശരിയായിട്ട് ചോദിക്കുന്നത് 1ഉം 3ഉം ആയുള്ള ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക കേട്ടോ. 57 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ഓപ്ഷൻ ബി ആണ്. 58 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾ കിരീടം ഇഗ സിയാടെക്കാണ്. 59 വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ? കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ്? HTML ആണ്. ഓപ്ഷൻ ഡി ആണ് വരിക. 60ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടർ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബ് സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറിലേക്ക് കൈമാറുന്നു. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾക്ക് മാറേണ്ടത് അതിലേക്ക് മാത്രമേ നിർദ്ദേശം അയക്കാവൂ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. 61 ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഈ മൂന്നാമത്തെ ഇൻപുട്ട് ഡിവൈസിൽ പെട്ടെന്നാണ് ജോയ്സ്റ്റിക്ക്. 3 മാച്ച് വിത്ത് 4 വരുന്നത് ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി കൊടുക്കുക. സിമ്പിൾ ചോദ്യമാണ്. 62 സംസ്ഥാന ഗവൺമെൻറ് ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കാനുള്ള ആപ്ലിക്കേഷൻ സേവനം എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 63 ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവതാണ്. 64 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി, നിയമസഭ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി എല്ലാവരും അടങ്ങുന്നൊരു സമിതിയുടെ ശുപാർശ പ്രകാരം ഗവർണറാണ് നിയമിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഉത്തരം വരിക ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. 64 കേട്ടോ. 65 മുതിർന്ന പൗരന്മാർ 2007 നിയമിച്ച മുതിർന്ന പൗരന്മാർ 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 66 ഉപഭോക്തൃ സംരക്ഷണം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരാകാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ആവാം, ഉപഭോക്താവ്, അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത കമ്പനികളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ വരാം? ഈ അസോസിയേഷനൊക്കെ വരാവുന്നതാണ്. ഉപഭോക്തൃ അസോസിയേഷൻ. 67 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളുടെ സംരക്ഷണം. കുട്ടി എന്ന പദം എന്താണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ്. 68 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഗാർഹിക പീഡന നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. എന്ത് ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. ശാരീരികമോ വാക്കാലുമുള്ളവ സാമ്പത്തികമായവ എന്ന ഉത്തരം വരും. 69 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ EVS എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. 70ാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് അടുത്തിടെ അണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടന ഉൾപ്പെടുത്തിയത്? ഇതാണ് ഉത്തര കൊറിയയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 71 മാത്സാണ്. 80 വരെ. വിട്ടുപോയ സംഖ്യ ഏത് എന്നുള്ളതാണ് 71ാമത്തെ ക്വസ്റ്റ്യന്. ഇതിന് വിശദീകരണം അതിൽ തന്നെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഉത്തരമേ പറഞ്ഞു പോവാണ്. ഓപ്ഷൻ എ ആണ് ഫസ്റ്റത്തിന് ഉത്തരം വരിക. ക്യൂബ് പ്ലസ് 1 എന്നുള്ള ഉത്തരം വരുന്നുണ്ട്. ഓരോന്നിനും ക്യൂബ് കൂട്ടുക +1. 22 ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റത്തെ ഡിഫറൻസ് 1/4, പിന്നെ അര ഡിഫറൻസ്, പിന്നെ 3/4 ഡിഫറൻസ്, പിന്നെ 1 ഡിഫറൻസ് വരണം. ഇവിടെ 3 വരണം, പക്ഷേ 3/4 വന്നതാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. 4 കൂടി പോകണം കേട്ടോ. ക്വാർട്ടർ കൂടി വരിക. 73 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 ആയാൽ സംഖ്യകൾ ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ ആണ്. 16, 18 സ്ക്വയറുകൾ തമ്മിൽ 68 വ്യത്യാസം ഉണ്ടാകും. 74ാമത്തെ ക്വസ്റ്റ്യൻ 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കിലോഗ്രാം കൂടി. പുതുതായി വന്നയാളിൻ്റെ
തൂക്കം എത്രയെന്നുള്ളതാണ്. ആദ്യം 50 കിലോഗ്രാമാണ് ശരാശരി, പിന്നെ അതെന്ത് ചെയ്തു 50 അര കിലോഗ്രാം കൂടി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 24 പേരുടേതാണല്ലോ. അപ്പോൾ 24 പേരുടെ തൂക്കത്തിൽ അര കൂടുമ്പോൾ 12 കിലോൻ്റെ ഡിഫറൻസ് കാണണം. അപ്പോൾ ഈ 12 കിലോൻ്റെ ഡിഫറൻസ് 40-ൽ നിന്ന് 12 കൂട്ടി കൊടുത്താൽ 52 വരും. ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും. 75 ഒരു ജോലി 6 ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തിരിക്കുന്നു. അതേ ജോലി ക്യു എന്നയാൾ 18 ദിവസം കൊണ്ട് തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്ത് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോവാനും 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾ ഒരു സ്ഥലത്തേക്ക് സൈക്കിളിലും അങ്ങോട്ട് സൈക്കിളുമായി ഇങ്ങോട്ട് നടന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ചതേ രൂപത്തിൽ കേട്ടോ. ഒരു ഭാഗത്തേക്ക് സൈക്കിൾ ഒരു ഭാഗത്ത് നടന്നു പോയി 10 മണിക്കൂർ എടുത്തു. ഓക്കെ. രണ്ടാമത്തെ രൂപം എന്താ പറഞ്ഞത്? 2 ഭാഗത്തേക്കും സൈക്കിളിലായിരുന്നെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞാൽ എന്താ? അപ്പോൾ 10-ൽ നിന്ന് 4 കുറച്ച് 6 മണിക്കൂർ അദ്ദേഹത്തിന് വരുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 6 മണിക്കൂർ പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് അദ്ദേഹത്തിന് സൈക്കിളിൽ പോകാൻ 3 മണിക്കൂർ മതി. അപ്പോൾ ആദ്യത്തിൽ നിങ്ങൾ നോക്കൂ, 3 മണിക്കൂറാണ് സൈക്കിളിന് എടുക്കുകയെങ്കിൽ മറ്റൊരുത്ത് 7 മണിക്കൂറായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് സൈക്കിളിൽ പോകാൻ 7 മണിക്കൂർ വേണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കിൽ യാത്ര നടന്നു പോകാൻ എത്ര സമയം എടുക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും 14 മണിക്കൂർ വരും. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ. എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 ആകും എന്നുള്ളതാണ്. അത് ഉത്തരം വരിക ഓപ്ഷൻ എ ആണ്, 2 വർഷം. 78 ഉത്തരമായി വരും, ഓപ്ഷൻ എ ആണ്. 79 ഓപ്ഷൻ ബി വരും. 80 ഓപ്ഷൻ എ വരും. 81 ഓപ്ഷൻ ബി വരും, സിഡോണിംസ് എന്ന് പറയാം. 82 അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. ഇവിടെ എന്താണ്? യെല്ലോ എന്നുള്ളൊരു ഉച്ചാരണം ആയതുകൊണ്ട് എ എന്ന് തന്നെ ഉപയോഗിക്കുക കേട്ടോ, ആനല്ല. യൂണിവേഴ്സിറ്റികൾ പഠിച്ചിട്ടുണ്ടല്ലോ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ വൺ വേർഡ് ഫോർ എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സംവൺ ടു കോൺഷ്യസ്നെസ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി വരും. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻ ഉചിതമായി ഉപയോഗിച്ച് എന്ത് ചെയ്യും? യോജിപ്പിക്കാനുള്ളതാണ്. ഇത് ഡിസ്പൈറ്റ് ആണ് വരാൻ സാധ്യത കൂടുതൽ. ഓഫീസർ മാനേജർ ടു റിമൈൻ കാം, ശാന്തമാകാൻ ഇത് മാനേജ് ചെയ്തു. ഇവിടെ കയറ്റിക് സിറ്റുവേഷൻ, കയറ്റിക്ക് വേണമെങ്കിൽ പറയാം. കയറ്റിക്കാണ് നമ്മൾ കൂടുതൽ സ്യൂട്ട്. അതിൽ ഉത്തരം സി ആണ് വരിക കേട്ടോ. 85 റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ്. സലീൻ സെഡ്. ഇവിടെ ഈ ഹാബിച്വൽ ആക്ഷനൊക്കെ വരുമ്പോഴൊക്കെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ ഇവിടെ പ്രസൻറ്റ് ടെൻസ് വന്നാലും അതുപോലെ തന്നെ നമ്മളിനി പാസ്റ്റിൽ ഉപയോഗിക്കുന്നെങ്കിലും ചില കൊട്ടേഷൻസ് അതുപോലത്തെ ഹാബിച്വൽ ഇങ്ങനത്തെ ആക്ഷൻസ് വരുമ്പോഴും ടെൻസ് മാറ്റേണ്ട എന്നൊരു നിയമം കൂടെ ഉണ്ട്. അതനുസരിച്ച് ഓപ്ഷൻ ഡി വരും. ഇനി അങ്ങനെയല്ല ആ ഒരു വിഷയം പരിഗണിക്കാത്ത രൂപത്തിലാണെങ്കിൽ ഓപ്ഷൻ ബിയും വരും കേട്ടോ. ഓപ്ഷൻ ഡി ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. 86 ഓപ്ഷൻ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിനെ വിശേഷിപ്പിച്ചാണ്. അതുകൊണ്ട് അഡ്ജക്റ്റീവാണ്. ഒരു നൗണിനെ വിശേഷിപ്പിച്ച അഡ്ജക്റ്റീവ് നാമവിശേഷണമാണല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ ടാഗാണ് അടുത്ത ക്വസ്റ്റ്യൻ 87. അവിടെ സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്താണ്? പോസിറ്റീവ് ആകണം. അതുകൊണ്ട് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അങ്ങനെ തന്നെ കളയാം. പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഓക്സിലറി വെർബ് ഹാവ് ആയതുകൊണ്ട് ഓപ്ഷൻ സി വരും, ഹാവ് ദ എന്ന് വരും. 88 കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ദ സ്യൂട്ടബിൾ ഫേസൽ വെർബ് മീനിങ് പോസ്റ്റ് പോൺ നീട്ടി വെക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ഫേസൽ വെർബ് ഏതാണെന്നുള്ള സ്റ്റാൻഡ് ഓവർ എന്നുള്ളതാണ് ഉത്തരം വരിക. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 89 ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ഇഡിയം, അണ്ടർലൈൻഡ്. ഷീ റെഫ്യൂസ്ഡ് ടു ലെഡ് ബൈ ദ നോസ് എന്നുള്ള ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, സബ്മിസീവ് എന്നുള്ളതാണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ഓപ്പോസിറ്റ് ടു വേർഡ് പെട്രിഫൈഡ്. ഈ പെട്രിഫൈഡ് എന്ന പദത്തിന് ഓപ്പോസിറ്റ് എതിരായി വരുന്നത് ആൻറ്റോണിംസ് ഏതാണെന്നുള്ളതാണ്. ബ്രേവ് എന്നുള്ളതാണ് ഉത്തരം വരും, ഓപ്ഷൻ സി. 91 ശരിയായ പദം അതിഥി. 92 നീചം എന്നതിന് ഓപ്പോസിറ്റ് ഉച്ചം. 93 കാലത്തിന് യോജിച്ചത് കാലോചിതം അല്ലേ, ഓപ്ഷൻ ബി. രക്തം പര്യായം, രക്തത്തിന് അതേ അർത്ഥം വരുന്നത് രുധിരമാണ് രക്തത്തിന്.
എള്ള് കീറുക ശൈലിയുടെ അർത്ഥം കർശനമായി പെരുമാറുക, ഓപ്ഷൻ സി. 96 സിംഹി പുല്ലിംഗം ഏതാണ്? സിംഹം. 97 പ്രൊപോഷൻ ശരിയായ മലയാള പരിഭാഷ. ഇത് പരിവർത്തന ഘട്ടം, നിരീക്ഷണ ഘട്ടം രണ്ട് ഏകദേശം ഒരു തരും. കൂടുതൽ ഉചിതമായി കാണുന്നത് നിരീക്ഷണ ഘട്ടം, ഓപ്ഷൻ എ ആണ്. വരികടോ പിരിച്ചെഴുതിയാൽ വരികയടോ എന്ന് ഓപ്ഷൻ എ വരും. പൂജക ബഹുവചനം ബഹുമാനിച്ചുകൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനിച്ച് പറയുന്ന രൂപം വൈദ്യർ എന്നുള്ളതാണ്. 100 വിണ്ഡലം, വിൺതലം വിണ്ഡലമാണ്. ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാമെന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.